ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്നത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തൊരു സാരിയാണ്. അപ്പൊ സാരി കാണിക്കുന്നതിന് മുമ്പ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ സാരി ഇങ്ങനെ പ്രൈസ് ചെയ്തതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പൊ ആ വീഡിയോയ്ക്ക് ഒത്തിരി നല്ല റെസ്പോൺസ് നമുക്ക് കിട്ടിയായിരുന്നു. ഇതുപോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും നമ്മളെ നല്ല രീതിയിൽ വിളിച്ച് അതിനൊരു താങ്ക് യു ഒക്കെ പറഞ്ഞ ഒത്തിരി നല്ലൊരു റെസ്പോൺസ് നമുക്ക് കിട്ടിയാൽ അതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ഈ സാരി കാണിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്ലെയിൻ സാരീസ് ഓൾറെഡി സെല് ചെയ്യുന്ന വീഡിയോസ് എല്ലാം കാണിച്ചായിരുന്നല്ലോ. ലാസ്റ്റ് വീഡിയോസിലൊക്കെ നമ്മൾ കുറെ ഷെയ്ഡ്സ് കാണിച്ചായിരുന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ വീണ്ടും കുറച്ച് പുതിയ ഷെയ്ഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ജസ്റ്റ് ആ ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണിക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആണ്. ഇത് സിൽക്കി കോട്ടയുടെ ബ്ലാക്ക് ഷെയ്ഡ് ആണ്. ഇത് നമുക്ക് ആദ്യം സ്റ്റോക്കിൽ ഉണ്ടായിരുന്ന ബ്ലാക്ക് ഷെയ്ഡ് ആയിരുന്നു. വീണ്ടും അത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് നമ്മൾ സ്റ്റോക്ക് എടുത്ത സമയത്ത് നമുക്ക് വന്നിട്ടില്ലായിരുന്നു. വീണ്ടും ഇപ്രാവശ്യത്തെ പുതിയ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് ബ്ലാക്ക്. അതുപോലെ നെക്സ്റ്റ് വൈറ്റ് ആണ്. വൈറ്റും അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ടൈം എടുത്തപ്പോൾ ഇല്ലായിരുന്നു. നമ്മുടെ ആദ്യത്തെ സ്റ്റോക്കിൽ ഉണ്ടായിരുന്ന വൈറ്റ് ഷെയ്ഡ് ആണ്. അത് നമുക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സ്കൈ ബ്ലൂ ഷെയ്ഡ് നമുക്ക് ലാസ്റ്റ് ടൈം ഒക്കെ ഉണ്ടായിരുന്ന ഷെയ്ഡാണ്. ഒത്തിരി ആൾക്കാർ ചോദിച്ച് നമ്മുടെ അടുത്ത് വിളിക്കാറുള്ള ഒരു ഷെയ്ഡാണ് സ്കൈ ബ്ലൂ. അത് നമുക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഒലിവ് ഗ്രീൻ കളർ നമുക്ക് ലാസ്റ്റ് ടൈം സ്റ്റോക്ക് വന്നപ്പോൾ ആദ്യമായിട്ട് വന്ന ഒരു കളർ ഷെയ്ഡ് ആയിരുന്നു. നമ്മൾ വീണ്ടും എടുത്തിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ ചോദിച്ചു വിളിച്ച കാരണം നമ്മൾ ഗ്രീൻ ഷെയ്ഡ് ഒരുപാട് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഷെയ്ഡ് നമ്മുടെ കയ്യിൽ വീണ്ടും വന്നിട്ടുണ്ട്. അതുപോലെ ലാവൻഡർ ഷെയ്ഡ് ഒക്കെ വരുമ്പം തന്നെ ആൾക്കാർ ഈ പറഞ്ഞ പോലെ ബുക്ക് ചെയ്യുന്നൊരു ഷെയ്ഡാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് ഈ ഒരു ലാവൻഡർ ഷെയ്ഡ്. അത് നമ്മൾ വീണ്ടും എടുത്തിട്ടുണ്ട്. അത് തന്നെ പേസ്റ്റൽ ഗ്രീനും അതുപോലെ നമുക്ക് ഒത്തിരി ആൾക്കാർ ചോദിച്ച് വിളിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഈ പ്രാവശ്യത്തെ സ്റ്റോക്കിൽ വന്നിട്ടില്ല. നമ്മൾ മാക്സിമം നെക്സ്റ്റ് സ്റ്റോക്കിൽ എടുക്കുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു പിങ്ക് ഷെയ്ഡ് ഇത് നമുക്ക് വീണ്ടും വന്നിട്ടുണ്ട്. ഈ ഒരു പിങ്ക് ഷെയ്ഡ്. അതുപോലെ നമ്മുടെ ഒരു റോയൽ ബ്ലൂ ഷെയ്ഡ് നമുക്ക് ലാസ്റ്റ് ടൈമാണ് ആദ്യമായിട്ട് ഈ ഒരു ഷെയ്ഡ് കിട്ടിയത്. ഈ ഒരു ഷെയ്ഡും ചോദിച്ച് ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. അപ്പം ഇത് റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ആർക്കും മെസ്സേജ് അയക്കുന്നില്ല. അപ്പം ഈ ഒരു എല്ലാവർക്കും കൂടെ കാണുന്ന പോലെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ആരെങ്കിലും സ്കിപ്പ് ചെയ്ത് പോയാലോ എന്ന് വിചാരിച്ചാണ്. അതുപോലെ നമുക്ക് പേസ്റ്റൽ ഗ്രീനിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു അക്വാ ഗ്രീൻ ഷെയ്ഡാണ് നമുക്ക് ലാസ്റ്റ് ടൈം വന്നത്. അത് തന്നെ നമുക്ക് ഈ പ്രാവശ്യവും റീസ്റ്റോക്ക് ആയി വന്നിട്ടുള്ളത്. നമ്മൾ നെക്സ്റ്റ് ഇതിൽ മാക്സിമം പേസ്റ്റൽ ഗ്രീൻ എടുക്കാനായിട്ട് ശ്രമിക്കാം. ഇനി നമുക്ക് കോട്ടൺ ചെക്കോട്ടയുടെ ഷെയ്ഡ്സ് കാണാം. ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് അതുപോലെ നമുക്ക് വന്നിട്ടുണ്ട്. ചെക്കോട്ടയിൽ എപ്പോഴും ഡിമാൻഡിങ് ആയിട്ടുള്ള രണ്ട് ഷെയ്ഡ്സ് ഓഫ് വൈറ്റും വൈറ്റും. അപ്പൊ ഓഫ് വൈറ്റ് ഷെയ്ഡ് നമുക്ക് ഈസ്റ്റർ ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഡിമാൻഡിങ് ആയിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ വൈറ്റ് ഷെയ്ഡും നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഈ പ്രാവശ്യം വന്നിരിക്കുന്ന വൈറ്റ് ഷെയ്ഡ് നമുക്ക് എല്ലാ പ്രാവശ്യവും വരുന്നത് പോലെയുള്ളതല്ല. ഇച്ചിരി മിൽക്കി വൈറ്റ് കളർ വൈറ്റ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് നോക്കിയാൽ ഓഫ് വൈറ്റ് ആണെന്നൊക്കെ തോന്നുന്ന പോലത്തെ ഒരു വൈറ്റ് ഷെയ്ഡ്. അതുകൊണ്ടാണ് ഞാൻ ഓഫ് വൈറ്റും കൂടെ വെച്ച് ആ ഒരു ഡിഫറൻസ് കാണിച്ചിരിക്കുന്നത്. ഓഫ് വൈറ്റ് അല്ല, വൈറ്റ് ആണ് ഈ കളർ വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് എപ്പോഴും വരുന്ന ഒരു വൈറ്റ് അല്ല, അതുകൊണ്ട് കാണിച്ചില്ല. വൈറ്റ് ഇപ്പം ഭയങ്കര പാടാ വൈറ്റ് കിട്ടാനായിട്ട്. ഞാൻ ഒത്തിരി അന്വേഷിച്ചു എനിക്ക് വൈറ്റ് ഷെയ്ഡ് കിട്ടിയത്. അതുപോലെ നമുക്ക് ആ ചെക്കോട്ടയിലുള്ള ബ്ലാക്ക് ഷെയ്ഡും വീണ്ടും ഉണ്ട്. അതുപോലെ നമ്മുടെ റെഡ് ഷെയ്ഡ് നമുക്ക് വീണ്ടും വന്നിട്ടുണ്ട് ചെക്കോട്ടയിലുള്ളത്. ഇതെല്ലാം കോട്ടൺ ചെക്കോട്ടയാണ്. ഇതിന്റെ എല്ലാം പ്രൈസ് 575 ആണ്. സിൽക്കി കോട്ടയാണെങ്കിലും കോട്ടൺ ചെക്കോട്ടയാണെങ്കിലും എല്ലാത്തിന്റെയും പ്രൈസ് 575 തന്നെയാണ്. അപ്പൊ ഇത് നമ്മുടെ ഗ്രേ ഷെയ്ഡ് വന്നിട്ടുണ്ട്. അതുപോലെ ഇത് നമ്മുടെ അക്വാ ബ്ലൂ കളർ വന്നിട്ടുണ്ട്. ഇതൊക്കെ അത്യാവശ്യം നല്ല മൂവിങ് ആയിട്ടുള്ള കളേഴ്സ് ആണ്. കുറച്ച് കളേഴ്സ് ഒക്കെ നമുക്ക് ഇപ്പം ഈ ഒരു സ്റ്റോക്കിൽ വരാതെ ഉണ്ട്. അതായത് നമ്മുടെ മെറൂൺ ഷെയ്ഡ് അതുപോലെ നമ്മുടെ പൗഡർ ബ്ലൂ ഷെയ്ഡും ഒക്കെ നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടിരിക്കുക. ഇത് നമുക്ക് ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡ് അതുപോലെ വീണ്ടും വന്നിട്ടുണ്ട്. നമുക്ക് പുതുതായിട്ട് വന്നൊരു കളറാണ് ഈ ഒരു ഷെയ്ഡ്. ഇതൊരു മഡിന്റെ ഒക്കെ ഒരു പൊടിയുടെ ഒക്കെ ഡസ്റ്റ് കളർ എന്ന് പറയുന്ന പോലത്തെ ഒരു കളർ. മൂവാ ഷെയ്ഡ് എന്നും അതുപോലെ ഒരു ചോക്ലേറ്റിന്റെ ഒക്കെ ലൈറ്റ് ഷെയ്ഡ് എന്ന് പറയുന്ന പോലത്തെ ഒക്കെ പറയുന്ന ഒരു ബ്രൗൺ ടിന്റ് ഉള്ള ഒരു ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ചേരുന്ന പോലത്തെ നല്ലൊരു ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. നമുക്ക് ഇതുവരെയും ചെക്കോട്ടയിൽ ഈ ഒരു ഷെയ്ഡ് വന്നിട്ടില്ലായിരുന്നു. ഇത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഈ കാണിക്കുന്നത്. അതുപോലെ ഇത് നമ്മുടെ പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. പിസ്ത ഗ്രീൻ ഷെയ്ഡ് നമുക്ക് ഒത്തിരി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു പിസ്ത ഗ്രീൻ ആണ്. നമ്മൾ വർക്ക് ചെയ്താണെങ്കിലും അത്യാവശ്യം നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് പിസ്ത ഗ്രീന്. നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയിലൊക്കെ. അതുപോലെ നമ്മുടെ ഈ ഒരു ഒലിവ് ഗ്രീൻ കളർ, അതും ഒത്തിരി ആൾക്കാർ ചോദിച്ചു നമ്മളെ വിളിക്കാറുള്ള ഒരു കളറാണ് ഈ ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡ്. ചെക്കോട്ടയിൽ വളരെ റയറായിട്ട് വരുന്ന ഷെയ്ഡ്സ് ആണ് ഇതൊക്കെ. അതുപോലെ നമുക്ക് എപ്പോഴും ഉള്ള നമ്മുടെ ചിക്കു ഷെയ്ഡ്, നമ്മുടെ പീച്ചിന്റെ ലൈറ്റ് പീച്ച് ഷെയ്ഡ്, അതുപോലെ പീച്ചിന്റെ തന്നെ ഡാർക്ക് പീച്ച് ഷെയ്ഡ്, ഇതൊക്കെ നമ്മുടെ കയ്യിൽ വീണ്ടും സ്റ്റോക്കായി വന്നിട്ടുണ്ട്.
ഇപ്പൊ ഇത്രയും കളേഴ്സ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കുറച്ച് കളേഴ്സ് ഒക്കെ ഇപ്പം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് ഇരിക്കുവാണ്. നമ്മുടെ പൗഡർ ബ്ലൂ, മെറൂൺ ഷെയ്ഡ്, ലെമൺ യെല്ലോ ഷെയ്ഡ് ഒക്കെ നമ്മൾ വീണ്ടും സ്റ്റോക്കിൽ കൊടുത്തിട്ടുണ്ട്. മീൻസ് നെക്സ്റ്റ് സ്റ്റോക്ക് വരുമ്പോഴത്തേനും അതൊക്കെ റീസ്റ്റോക്ക് ആവുന്നതായിരിക്കും. അപ്പൊ ഈ സാരീസ് ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത ഒരു സാരി കാണിക്കാന്ന് പറഞ്ഞത് കാണിക്കാം. ഇപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡിലെ സിന്തറ്റിക് കോട്ട സാരിയാണ്. നമ്മുടെ കസ്റ്റമർ ഓർഡർ ചെയ്ത പ്രകാരം നമ്മൾ സിന്തറ്റിക് കോട്ട സാരിയിലാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ എല്ലാ സാരീസിലും ചെയ്യുന്നത് പോലെ ഇതിന്റെ എൻഡ് നമ്മൾ ചെറിയ സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് വീഡിയോയിലും പറഞ്ഞായിരുന്നു നമ്മളിത് മെഷീനിനകത്ത് ഇൻബിൽഡ് ആയിട്ടുള്ള സ്കാലപ്പ് വർക്കായി ചെയ്തിരിക്കുന്നത്. അപ്പം അതിന്റെ എൻഡ് നമ്മൾ എല്ലാ സാരീസിന്റെ അങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്താണി പോർഷനിൽ ഇച്ചിരി ലെങ്തിൽ നമ്മൾ 5 ഫ്ലവേഴ്സ് ഇങ്ങനെ ലെങ്തിൽ വരുന്ന പോലെ നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പാറ്റേണിൽ 5 ഫ്ലവേഴ്സ് ഇങ്ങനെ വരുവാണ്. അതിനെ നമ്മൾ തിക്കായിട്ട് ഇങ്ങനെ കാണിച്ചിരിക്കുവാണ്. ഇതിനകത്ത് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലവേഴ്സ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ലോങ് ഫ്രഞ്ച് നോട്ട് കൊടുത്താണ് ഈ ഫ്ലവേഴ്സിന്റെ ടോപ്പിൽ ഇങ്ങനെ ഒരു പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ലീവ്സും ബുള്ളിൻ നോട്ട്സ് യൂസ് ചെയ്തിട്ടുള്ള സ്റ്റെമ്മുമാണ് നമ്മൾ ഈ ഒരു ഫ്ലവറിന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അധികം ഡിസൈൻസ് ഈ സാരിയിൽ കൊടുത്തിട്ടില്ല. ഇതിന് മുന്താണി പോർഷനിലും ചെസ്റ്റ് പോർഷനിലും മാത്രമേ നമ്മൾ ഡിസൈൻസ് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഡിസൈൻ ഇത്രയും ലെങ്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഈ ഒരു ഡിസൈൻ നമ്മൾ നേരത്തെ സാരീസിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡിസൈനാണ്. നമ്മൾ 1000 ബിലോയിൽ വരുന്നത് പോലത്തെ സിന്തറ്റിക് സാരിയുടെ കളക്ഷൻസ് നേരത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാരിയിൽ നമ്മൾ കൊടുത്ത അതേ ഡിസൈനാണിത്. ആ ഒരു ഡിസൈനിന്റെ മീൻസ് നമ്മൾ സാരിയുടെ കളർ മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കസ്റ്റമർ ഒരു ഫോട്ടോ കാണിച്ച് നമ്മുടെ തന്നെ ഒരു ഡിസൈൻ കാണിച്ച് അതിന് ഈ ഒരു കളർ കോമ്പിനേഷൻ, അതായത് ആ സാരിക്ക് പകരം ഈ ഒരു കളറിൽ ആ ഒരു വർക്ക് ചെയ്ത് തരണമെന്ന് പറഞ്ഞ പ്രകാരം നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരിയാണിത്. ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് നമ്മൾ അതിന്റെ നെക്സ്റ്റ് വർക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ വരുമ്പോൾ നമ്മൾ ആ സെയിം വർക്ക് തന്നെ നമ്മൾ അതേ ലെങ്തിൽ തന്നെ ആ സെയിം വർക്ക് നമ്മൾ ചെസ്റ്റ് പോർഷനിൽ സിംഗിൾ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ നോർമലി ചെയ്യാറുള്ളത് പോലെ 2 ഡിസൈൻസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇത് കുറച്ചുകൂടെ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരീസിൽ വരുന്ന സാരിയാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത് പോലെ സിംഗിൾ ഫ്ലവർ പാറ്റേൺ ആണ് നമ്മൾ ഈ ഒരു ചെസ്റ്റ് പോർഷനിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് അന്ന് ആ സാരീസിന് നല്ല ഡിമാൻഡിങ് ആയിട്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒത്തിരി ആ കളറും അതുപോലെ ഇതിന് തന്നെ വേറെ കളർ കോമ്പിനേഷനുള്ള സാരീസും ഒക്കെ നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം വന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇത്. ഈ ലൈറ്റ് ബ്ലൂവിൽ ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ. ഇതിന്റെ കൂടെ നമ്മൾ ഒരു ബ്ലൗസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ കസ്റ്റമർക്ക് ബ്ലൗസും കൂടെ വേണം എന്ന് പറഞ്ഞ പ്രകാരം നമ്മൾ ഇതുപോലെ സ്ലീവിൽ ഒരു സിംഗിൾ ഫ്ലവർ വരുന്നത് പോലെ ഒരു ബ്ലൗസും ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു 2 ഫ്ലവർ ഉള്ള ഒരു സാരിയും ഇങ്ങനെ ഒരു വിത്ത് ബ്ലൗസും കൂടെയാണ് നമ്മൾ ഈ ഒരു ഓർഡറിൽ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ തന്നെ വേറൊരു കളർ കോമ്പിനേഷനോടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ച ആ ഒരു കളറിനോട് സിമിലർ ആയിട്ടുള്ള ഒരു കളറാണ്. ഇതൊരു ഓറഞ്ചിഷ് പീച്ച് കളറാണ്. നമ്മൾ നേരത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരീസിന്റെ വീഡിയോസിൽ ഏകദേശം ഇതേ കളർ കോമ്പിനേഷൻ വരുന്ന പോലത്തെ ഒരു സെയിം ഡിസൈനുള്ള സാരി കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം ഡിസൈനിൽ വരുന്നത് പോലെ നമ്മളിപ്പോ ഈ കാണിച്ച സെയിം സാരി തന്നെ സെയിം ആ ഒരു കളർ കോമ്പിനേഷൻ, ആ വർക്കിന്റെ കളർ കോമ്പിനേഷൻ സെയിം ആണ്. സാരിയുടെ കളർ ഡിഫറെന്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ യൂണിഫോം സാരീസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ സെയിം ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ഒരേ കളർ ടോണിലല്ലാണ്ട് ഒരു യൂണിഫോമിറ്റി കൊടുക്കാൻ വേണ്ടി സെയിം ഡിസൈൻ ചെയ്തുകൊണ്ട് സാരീസിന്റെ കളേഴ്സ് ഡിഫറെന്റ് ആക്കി ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇത് അതിന്റെ കൂടെ നമ്മൾ ചെയ്തിരിക്കുന്ന ബ്ലൗസ് പീസ് ആണ്. സെയിം കളറിൽ നമ്മൾ ഈ ഒരു സെയിം ഡിസൈനിന്റെ സിംഗിൾ ഫ്ലവർ സ്ലീവിൽ കൊടുത്തോണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കളറിൽ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 2 കളറിൽ ഒരേ കളറിലുള്ള വർക്ക് ചെയ്ത് നമുക്ക് അങ്ങനെ യൂണിഫോം ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സാരിയാണിത്.
അപ്പൊ ഈ കാണിച്ച സാരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.